നമസ്കാരം. ഇന്നത്തെ ചിത്രകലാ ക്ലാസ്സിലേക്ക് നിങ്ങളെയൊക്കെ സാദരം ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ മൂക്കാണ് വരച്ച് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് പലരും അയച്ച മെസ്സേജ് വളരെ സന്തോഷമുണ്ടാക്കി. ഇത് നമ്മുടെ വാക്കും വരയുമാണ്. ആദ്യത്തെ ഏതാനും മിനിറ്റുകൾ വാക്കാണ്. വാക്ക് കേൾക്കേണ്ടാത്തവർക്ക് നേരെ സ്ക്രോൾ ചെയ്താൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വര കാണാം. അപ്പോൾ വാക്ക് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് സങ്കീർണമായ പല അനുഭവങ്ങളെയും തരണം ചെയ്യേണ്ടതെന്ന് എൻ്റെ ജീവിതം കൊണ്ടും ഞാൻ പഠിച്ച സൈക്കോളജി കൊണ്ടും നമ്മൾ അനേകം പേരോട് സംസാരിക്കാനാവുന്നത് കൊണ്ടും ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പലതും ഇവിടെ പറയുന്നത്. സ്വാനുഭവമില്ലാത്ത ഒന്നും പ്രായോഗിക തലത്തിൽ നമുക്ക് കൊണ്ടുവരാനാവില്ല എന്നൊരു അറിവുണ്ട് നമുക്ക്. ഞാനൊരു കുട്ടനാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ അമ്മ വീട് കുട്ടനാടാണ്. ഞാനവിടെ പതിവായിട്ട് കാണുന്നൊരു കാഴ്ചയുണ്ട്. ഈ താറാവ് വളർത്തുന്നവരുണ്ട്, താറാങ്കാരെന്ന് പറയും നമ്മൾ. അവരൊരു കൊതുമ്പ് വള്ളത്തിൽ ഈ താറാവിനെ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ തെളിച്ചുകൊണ്ട് പോകും. നദിയിലൂടെ, ആറ്റിലൂടെ, ആറിലൂടെ അവരിങ്ങനെ ആ താറാവ് വഞ്ചിയിൽ പോകുന്നത് കാണുന്നത് വളരെ കൗതുകമാണ്. വളരെ ചെറിയ വഞ്ചി, അതിൻ്റെ ഒത്ത നടുക്ക് ബാലൻസ് ചെയ്ത് നിന്നില്ലെങ്കിൽ അത് മുങ്ങിപ്പോകും. അമരത്തോട്ടോ അണിയത്തോട്ടോ ഒന്നും നടന്നാലും മുങ്ങിപ്പോകാം. ഇത്തിരി ചരിഞ്ഞാൽ വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാം. കൃത്യമായി ഒരിടത്ത് ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് അവർ ഒരു സർക്കസ് കൂടാരത്തിലെ അഭ്യാസിയെ പോലെയാണ് പോകുന്നത്. ഇതുപോലെയല്ലേ നമ്മുടെ ജീവിതം പലപ്പോഴും. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരു ഭ്രമത്തിൻ്റെ മോഹച്ചുഴിയിൽ താഴ്ന്നു പോയേക്കാം. ഞാനിത് ഇപ്പോൾ ഓർക്കാൻ കാരണം, എനിക്കറിയാവുന്നൊരു പെൺകുട്ടി ഒരാളുമായിട്ട് വളരെ ഇഷ്ടത്തിലായിരുന്നു. അവർ വിവാഹം കഴിക്കാനൊക്കെ ഒരുങ്ങിയിരുന്നതാണ്. അദ്ദേഹം പറഞ്ഞു അത്ര, ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്. കുറച്ചു കാലം കഴിഞ്ഞ് ഈ ഭ്രമമൊക്കെ വിട്ടിട്ട് ആൾ പോയി. അവരാകെ തകർന്നു പോയിട്ട് എന്നോട് പറഞ്ഞു, അവൻ എന്നോട് ആത്മാർത്ഥതയോടെയാണ് പറഞ്ഞത്. ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ആർക്കെങ്കിലും ഇട്ടിട്ട് പോകാനാവുമോ മാഷേ എന്നാണ് ചോദിച്ചത്. നമ്മൾ ഈ ആത്മാർത്ഥമായിട്ട് ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വേണ്ടിയല്ല, അവരവർക്ക് വേണ്ടിയാണ് ഇഷ്ടപ്പെടുന്നത്. ഞാനൊരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ സന്തോഷത്തിനും എൻ്റെ തൃപ്തിക്കും വേണ്ടിയിട്ടാണ്. അല്ലാതെ അയാൾക്കങ്ങ് സന്തോഷം ഉണ്ടായിക്കൊള്ളട്ടെ, എൻ്റെ സ്നേഹം കൊടുത്തിട്ട് വേണം അവർക്ക് ജീവിക്കാൻ എന്ന് കരുതിയിട്ടല്ല. അത് നമ്മൾ മറ്റൊരാളോട് കാണിക്കുന്ന കമ്പാഷൻ, നമ്മുടെ അനുകമ്പ, ആ സഹജീവിയോട് നമുക്കുള്ള ഇഷ്ടം, അതൊക്കെയാണ്. അല്ലാതെ ഒരാളെ എനിക്ക് സ്വന്തമാക്കണമെന്ന് തോന്നിയാൽ സ്വം എന്ന ഭാവം ഞാൻ എനിക്ക് വേണ്ടിയാണ്. ആ ഇഷ്ടം എപ്പോഴെങ്കിലും അസ്തമിച്ചു കഴിഞ്ഞാൽ അവർ വിട്ടിട്ട് പോകും, ഉറപ്പാണ്. എല്ലാവരുടെയും കാര്യമല്ല, അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് കേൾക്കുന്ന ഒരാൾ അവരെ വിശ്വസിച്ചിട്ട് ഈ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എന്നെ ചേർത്ത് പിടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വ്യഗ്രതയാണ്, അല്ലെങ്കിൽ അവളുടെ താല്പര്യമാണെന്ന് നമ്മൾ കരുതിയെങ്കിൽ നമുക്ക് തെറ്റി. ഓരോരുത്തരും അവരവർക്ക് വേണ്ടിയാണ് മറ്റു പലതിനെയും ഇഷ്ടപ്പെടുന്നത്. സത്യമാണ്. നമ്മളെപ്പോഴും അറിയേണ്ടത്, എത്രയൊക്കെ പ്രണയ സന്ദേശങ്ങൾ വന്നാലും ആരൊക്കെ എത്തിയാലും ഒക്കെ നമ്മൾ അറിയുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്തതിന് മുമ്പ് നമ്മളെ ശക്തമായിട്ട് സ്നേഹിക്കണം. നിറവാർന്ന മനസ്സോടെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ നമ്മുടെ കഴിവിലും അറിവിലും നമ്മളിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ കഴിവായിക്കോട്ടെ, വലുതായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, നമ്മളിൽ നമ്മൾ നിറഞ്ഞു നിൽക്കണം. പലപ്പോഴും നമ്മളെ വളരെ ചെറുതായിട്ടാണ് പറയുന്നത്. എനിക്കതിനുള്ള കഴിവില്ല, ഈ പ്രായത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ വില കുറയ്ക്കാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ പ്രത്യേകമായ ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന ഞാൻ ആരിൽ നിന്നും ഒട്ടും മുകളിലല്ല. നമ്മളെല്ലാം ഒരുപോലെയാണ്. ആരിൽ നിന്നും താഴെ മുകളിലോ ഒന്നുമല്ല. എല്ലാവർക്കും, എനിക്കല്പം വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അതിനേക്കാൾ മഹത്തരമായ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റൊരു കഴിവ് നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ആരുടെ മുമ്പിൽ അടിയറ വെക്കേണ്ടതോ ആരുടെയും ദയക്കോ സ്നേഹത്തിനോ കരുണയ്ക്കോ നല്ല വാക്കിനോ ഒക്കെ കാത്തു നിൽക്കേണ്ടവരോ, അത് കിട്ടിയില്ലെങ്കിൽ തകർന്നു പോകുന്നവരോ ആവരുത്. നമുക്ക് നമ്മളെ സ്നേഹിക്കാനാവണം. പ്രപഞ്ചത്തിൽ ഓരോ ജന്മത്തിലും സ്വത്വബോധമുണ്ടാവണം. സ്വയം സ്നേഹിച്ചുകൊണ്ട് നീ ഇല്ലെങ്കിലും ഞാനുണ്ടല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റണം. എന്നിൽ നിൽക്കണം. അതൊരു അഹങ്കാരത്തിൻ്റെ ഭാഷയല്ല. അതില്ലാതെ വരുമ്പോഴാണ് പലരും തകർന്നു പോകുന്നത്. അവനില്ലാതെ, അവളില്ലാതെ, അവരില്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് നോക്കൂ. ഇത്രകാലം നമ്മൾ ജീവിച്ച ഈ മണ്ണിൽ
നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം? അപ്പോൾ ആദ്യം നമ്മളെ അഭിനന്ദിക്കുക, നമ്മളെ ഒന്ന് ഹഗ് ചെയ്യുക, ചേർത്ത് പിടിക്കുക, നമ്മുടെ മിടുപ്പുകളെ നമ്മൾ തൊട്ടറിയുക, നമ്മളെ പ്രണയിക്കുക. നമ്മളെപ്പോഴും പറയുന്നതാണ് സെൽഫ് ലവ്. അങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ നിമിഷം തൊട്ട് നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളും എല്ലാവരെയും പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അനിവാര്യമായൊരു ഘടകമാണ് എന്നിൽ ഞാൻ. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഒരു അവശ്യ വസ്തുവാണ്, അവശ്യമായ ജന്മമാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്വയം സ്നേഹിച്ചുകൊണ്ട് സ്വന്തം കഴിവും അറിവും ആത്മബോധവും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഈ ജീവിതത്തിലൊരു ബാലൻസ് ചെയ്ത് ഇങ്ങോട്ട് പോവാം. ഒരിക്കലും തളർന്നു പോകരുത്. അങ്ങനെ നിങ്ങൾക്കൊരു വിഷമം എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പറയുന്നില്ല, ഈ രാത്രിയും ഇനിയുള്ള ദിവസങ്ങളും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഒരു പങ്കുവെക്കലുകളുണ്ട്. നമ്മൾക്ക് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, പറയാൻ ഒരുപാടുണ്ട്, ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് തന്നെയാണ്. എല്ലാവർക്കും ഒപ്പമുണ്ട്, ഒരു സഹോദര ഭാവത്തിൽ, സുഹൃത്തായി എങ്ങനെയും കാണാം. ഒറ്റയ്ക്കാണെന്ന് ആരും വിചാരിക്കേണ്ട. അപ്പോൾ നമുക്ക് ഇന്ന് ഏറ്റവും നല്ല ഒരു ചിത്രകലയാണ് നിങ്ങൾക്ക് മൂക്ക് വരയ്ക്കാൻ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാം, കണ്ണ്, ചുണ്ടും ചെവിയുമാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ണുകളാണ് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ബന്ധപ്പെടാം. ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും തമ്പനയിലും ഒക്കെ നമ്മുടെ നമ്പറുണ്ട്. സമയമോ കാലമോ പ്രായമോ ഒന്നും ഇവിടെ പ്രശ്നമല്ല. അപ്പോൾ ചേർത്ത് പിടിച്ചും ചേർന്ന് നിന്നും അറിവുകൾ പങ്കുവെച്ചും അറിഞ്ഞും ഒക്കെ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ നിമിഷങ്ങളിൽ ധന്യരായിട്ട് ധന്യതയോടെ നിലനിൽക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിത്രകലാ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ഓതുന്നു. നമുക്ക് തുടങ്ങാം. ഒരുപാട് ഇഷ്ടം. നമ്മളിന്ന് മൂക്കാണ് വരയ്ക്കുന്നത്. ഇത് രണ്ട് കാര്യമാണുള്ളത്, കണ്ണ്, മൂക്ക് രണ്ടാണ് പഠിക്കാനുള്ളത്. പക്ഷെ ഞാനിന്ന് ഒന്നിൽ ഫോക്കസ് ചെയ്യണം, എങ്ങനെ മൂക്ക് വരയ്ക്കാം. ഇന്ന് ഞാനൊരു റെഫറൻസ് കൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നു നമ്മളിത് എങ്ങനെയാണ് വരയ്ക്കുന്നത്. ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും എല്ലാം പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. നമ്മൾ ആദ്യം നോക്കും, ഒരു മൂക്ക് കാണുമ്പോൾ ഇവിടെയാണത് ഏറ്റവും വലിയ സർക്കിൾ, പിന്നെ ഇതിനോട് ചേർന്ന് രണ്ട് ചെറിയ ഭാഗം, പിന്നെ നേരെ അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഈ ഭാവം നോക്കിയാലോ. അതിനു മുമ്പ് ഇത് നേരെയാണോ എന്നൊരു വരയിട്ട് നോക്കട്ടെ. നേരെ കണ്ടോ. പിന്നീട് എങ്ങനെ വരും, ഇവിടെ നമുക്കത് ഇതുപോലെ കണ്ടോ, ഒരു ഓവൽ ഷേപ്പ് അല്ല, ഇതുപോലൊരു ഷേപ്പ് അതൊക്കെ വരയ്ക്കാം. കണ്ടോ. പിന്നെ നോക്കൂ, ഇതിൻ്റെ ഇങ്ങനെ വരച്ചാൽ ഇത് ഇവിടെ അല്ലേ, ഇവിടെയാണ് രണ്ട് ചെറിയ ഭാഗം വരുന്നത്, മൂക്കിൻ്റെ ഹോൾ വരുന്നത് ഈ ഭാഗത്താണ് അല്ലേ. ഇപ്പോൾ ഏകദേശം മനസ്സിലായ കാര്യങ്ങൾ. പിന്നെ നമ്മൾ പതുക്കെ ഒരു ഷെയ്ഡിലേക്ക് ഇതിങ്ങനെ പോകുന്നു. സിമ്പിളാണല്ലോ. ഞാനിന്ന് ഓർത്ത് നമ്മൾ സാധാരണ വരയ്ക്കുന്നതിൽ വീണ്ടും എങ്ങനെ ലളിതമായിട്ട് വരയ്ക്കാം. പിന്നെ ഞാനിത് കൃത്യമാക്കി. പിന്നെ ഇത് ഇവിടെ കണ്ടോ, ഇത് താഴെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇവിടെ നിന്ന് ഈ വരയുടെ ഇവിടെ ഇങ്ങനൊരു ചെറിയ രീതിയിലൊരു ഹോള് വരുന്നുണ്ടല്ലേ. എന്നിട്ടത് ഇവിടെ ചെറുതായിട്ട് കണ്ടോ. പിന്നെ എങ്ങനെ വരും, ഈ വര നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നേരെയാണോ നോക്കുക. ചെറിയൊരു കറുപ്പ് കൊടുത്തു. ഇതുപോലെ തന്നെ ഇവിടുന്ന് എവിടെ വരെ വരുന്നത്, ഇവിടെ വരെ വരുന്നത്. ഓക്കെ, കണ്ടോ. മൂക്ക് വളരെ നമ്മൾ പതുക്കെ വരച്ചു. നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ നോക്കുന്നത് ഇങ്ങനെ ഒരു ടെക്നിക്കില്ലേ, നമുക്കൊരു ട്രയാങ്കിൾ വരച്ചാൽ മൂക്ക് വരച്ചൂടെ, ഇങ്ങനെ ചിന്തിച്ചൂടെ, എത്ര എളുപ്പമാണല്ലേ. അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് ഇറേസ് ചെയ്യാം. കാര്യം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പാടുകൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇത് കാണാൻ പറ്റും. നോക്കാം, ഞാനിത് പതുക്കെ ഇറേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പതിയെ, നിങ്ങൾ ഇങ്ങനെ വളരെ പതിയെ വരച്ചാൽ മതി കേട്ടോ, ഏറ്റവും പതിയെ വരച്ചു. വന്നിട്ട് ഇങ്ങനെ വരുന്നു കണ്ടോ, ഒരു ചെറിയൊരു ഷെയ്ഡ് അവിടെ ഇട്ട്
നമുക്ക് ഡീറ്റെയിൽ ഷെയ്ഡിങ് ഒക്കെ നമുക്ക് പതുക്കെ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ആദ്യം വേണ്ടതാണ് വരയ്ക്കാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു നിരീക്ഷണമാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന അല്ലെങ്കിൽ പലയിടത്തും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് നിരീക്ഷണം കുറവാണ് പ്രപഞ്ചത്തിൽ പോലും. നമ്മൾ ഉണർന്നിട്ട് പോലും നമ്മൾ ഒരു ഏകാഗ്രത ഇല്ലാതെ ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നു അല്ലേ. പ്രപഞ്ചത്തിൻ്റെ ഒരു നേർത്ത അല്ലെങ്കിൽ വളരെ നുനുത്ത സ്വരം പോലും നമ്മൾ പലപ്പോഴും എടുക്കാറില്ല. കാരണം നമ്മൾ മറ്റെന്തൊക്കെയോ ചിന്തിക്കുകയാണ്. നമ്മൾ ഈ പ്രകൃതിയിൽ നിൽക്കുമ്പോൾ പ്രകൃതി ഒന്ന് അറിയാൻ ശ്രമിക്കണമെന്ന് പലപ്പോഴും നമ്മൾ ഒരു ദിവസം ചെരുപ്പില്ലാതൊക്കെ നമ്മുടെ പൂന്തോട്ടത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലൂടെയൊക്കെ നടന്നു നോക്കണം. ഈ പ്രകൃതിയുടെ നേർത്ത സ്വരം പോലും നമുക്ക് എടുക്കാനാവണം. ഇങ്ങനൊരു ഏകാഗ്രത ഉണ്ടെങ്കിൽ വളരെ രസമാണ്. ഇവിടെ നമ്മൾ ഇതുവരെ കേൾക്കാത്ത സംഗീതമൊക്കെ കേട്ടു തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധ വേണം. ഈ മൂക്കൊക്കെ വരയ്ക്കുമ്പോൾ നോക്കൂ, നമുക്ക് എത്രയോ കാലമായിട്ട് മൂക്കും കണ്ണും ചെവി നമ്മളോടുണ്ടല്ലേ, ജനിച്ച കാലം തൊട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇത് വരയ്ക്കാൻ നേരത്ത് നമ്മൾ ശരിക്കും ഇത് കാണുന്നില്ല. അതുകൊണ്ടാണ് ഒരു ചിത്രകാരൻ്റെ ഒരു വലിയ ഗുണമെന്ന് വെച്ചാൽ അവർക്ക് നിരീക്ഷണമുണ്ട് കലയോടുള്ള. അപ്പോൾ നമ്മൾ ഏതൊരു സാധനത്തിനെയും മറ്റുള്ളവർ കാണുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിക്കും. ഒരു പൂവിനെ കാണുമ്പോൾ കുറച്ച് നേരം അതിനൊന്ന് ആസ്വദിക്കുക, ഒരു ഇലയെ കാണുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ ചിത്രകാരനും ചിത്രകാരിയൊക്കെ ഉണർന്നു തരും. ആദ്യം വേണ്ട നമുക്ക് ഈ ചുറ്റുപാടുകളോടുള്ളൊരു താതാത്മ്യമാണ് മനസ്സിൻ്റെ. വെറുതെ പറയുന്നതല്ല കേട്ടോ. നമ്മൾ ചിത്രം വരച്ചു തുടങ്ങുമ്പോഴാണ് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ശരിക്കും. നോക്കൂ, ഞാൻ വളരെ പതുക്കെ കൂടുതൽ ഒരു ഷെയ്ഡ് വിടാതെ ഇത് വരച്ചു. ഇത്രയേ ഉള്ളൂ അല്ലേ. ഇവിടെ ഒരു ലൈറ്റൊക്കെ വീഴും. ഇതിനുശേഷം നമുക്ക് റിയലിസ്റ്റിക് ഡ്രോയിങ് വരച്ച് കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്കെച്ചിങ് മാത്രമാണ്. ഇനി അടുത്തൊരു പടം വെച്ചിട്ട് നമുക്ക് അടുത്തൊരു രീതി വരയ്ക്കാം. അടുത്തൊരു മൂക്ക്. ഓക്കെ, ഇത് മനസ്സിലായില്ല വരയ്ക്കുന്ന രീതി. ഒരു ഓവൽ ഷേപ്പ് വരച്ച് ഇങ്ങനെ നിങ്ങളൊന്നുകൂടെ ബാക്കിലോട്ട് അടിച്ച് നോക്കുക, വീണ്ടും വന്ന് കാണുക. അപ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ഡാർക്ക് കൊടുക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ മറ്റു ഡീറ്റെയിലുകളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ മൂക്കൊന്ന് കാണിക്കുകയാണ്. നോക്കൂ, ഞാൻ അടുത്തൊരു ചിത്രം വെക്കാം, അടുത്ത മൂക്ക് വരയ്ക്കാം. നോക്കൂ, ഒരു സൈഡ് വ്യൂ ആണ്. എങ്ങനെ ഞാൻ വരച്ചത്, ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നത് ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. പിന്നെന്താണ്, ഇങ്ങനെ വരയ്ക്കാം. ഈ ഭാഗം കുറച്ചുകൊണ്ട് ഈ ഭാഗം കൂട്ടി നമുക്ക് ഇങ്ങനെ വരയ്ക്കട്ടെ. കണ്ടോ, ഇത് വ്യക്തമാണല്ലോ. എന്നിട്ട് നമുക്ക് പതിയെ ഇവിടേക്കൊന്ന് ഷേപ്പ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെയൊക്കെ ഔട്ട്ലൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ട്രയാങ്കിൾ ഷേപ്പ്, സ്ക്വയർ, റെക്റ്റാങ്കിൾ, ഇങ്ങനെ ഒരുപാട് ഷേപ്പുകളിൽ നിന്ന് നമുക്ക് പതിയെ ചിത്രങ്ങളെ തെളിച്ചെടുക്കാൻ സാധിക്കും. ഈ ഷേപ്പുകൾക്കുള്ളിൽ ഒക്കെ ചിത്രമുണ്ട്. ഒരു വലിയ കരിങ്കൽ കൊത്തിയല്ലേ ശില്പി അതിൽ നിന്ന് മനോഹരമായ ഒരൊറ്റ ശില്പത്തെ എടുക്കുന്നത്, ഒരൊറ്റക്കല്ലിൽ തീർത്ത പ്രതിമകളല്ലേ. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ അതിൽ നിന്ന് നമുക്ക് വേണ്ടതിനെ മാത്രം കൊത്തിയെടുക്കുക, വേണ്ടാത്തതിനൊന്നുമില്ല, വേണ്ടതിനെ കൊത്തിയെടുക്കുക എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന്, ഒരു ഷേപ്പിൽ നിന്ന് നമുക്ക് വേണ്ടതിന് നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മുടെ കാര്യം. അവിടെയാണ് നമ്മുടെ ചിത്രകാരൻ ജനിക്കുന്നത്. വളരെ പെട്ടെന്ന് കഴിഞ്ഞു കണ്ടോ. ഇതിവിടെ ഇങ്ങനെ വന്നിട്ട് ചെറിയത് വന്ന് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. എത്ര സിമ്പിളായിട്ട് വരയ്ക്കാം അല്ലേ. ഷേപ്പ് കഴിഞ്ഞു. പിന്നെ നമുക്കിവിടെ ഷെയ്ഡാക്കി ഇടാം. ഞാൻ ഒന്നുകൂടെ ഇറേസ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. നോക്കാം, ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ കയ്യങ്ങ് എടുക്കുക, നിങ്ങൾക്ക് കൂടുതൽ വരയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടുന്ന് വീണ്ടും തുടങ്ങുന്നത് കണ്ടോ, ഇവിടെ കൊണ്ട് വിടാം, ഇങ്ങോട്ട് വരച്ചു കണ്ടോ. ഇവിടെ ഒരല്പം ഡാർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരാം. ഇത് കണ്ടോ, ഈ ഭാഗം ഒന്ന് വരച്ചിട്ട് നോക്കൂ, ശരിയായില്ലേ. ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇവിടെ കണ്ണിൻ്റെയൊക്കെ പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് വരച്ചത്ര സിമ്പിളായിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഷെയ്ഡിങ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. മൂക്കിൻ്റെ ഷെയ്ഡിങ് അല്ല, കുറച്ചുകൂടെ വരയ്ക്കേണ്ട രീതികളെക്കുറിച്ച് ഞാൻ ഒന്ന് കാണിച്ചത്. ഇപ്പം ഞാൻ നിങ്ങളെ ഒരു ചിത്രം വെച്ച് വരച്ച് കാണിക്കുകയാണ്. നോക്കൂ, ഇനി അടുത്തൊരു മൂക്കൂടെ നോക്കിയാലോ നമുക്ക്. നോക്കൂ, ഇത് കണ്ടോ, ഈ ഷേപ്പ്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. എങ്ങനെയാണ്, ഇങ്ങനെ വരച്ചിട്ട് നേരെ ഇവിടെ വന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇവിടം വരെ വന്നേ. നമ്മളിനി എന്ത് ചെയ്യണം, ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ഷേപ്പിൽ ഇവിടം വരെ ഇത് കണ്ടോ, ഇങ്ങനെ വരയ്ക്കുന്നു. നേരെ താഴേക്ക് കൊണ്ടുവരുന്നത് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കണ്ടോ.
ഇവിടെ വന്നിട്ട് ഇവിടെ വളഞ്ഞ് നിൽക്കുന്നത് നോക്കിയേ. എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ഇറേസ് ചെയ്യാം, പെൻസിലെടുത്ത് വരയ്ക്കാം, വീണ്ടും വീണ്ടും വരയ്ക്കാം, ഒരു കാര്യമില്ല. നമ്മൾ ഫൈനൽ വർക്ക് ചെയ്യുന്നവരെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം കേട്ടോ. തെറ്റുക എന്നൊരു പേടിയൊന്നും വേണ്ടതേ. ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് നോക്കൂ. ഇങ്ങനെ വന്നു. ഇനി ഏകദേശം ഈ തുല്യമായിട്ട് ഇത് വരണം കേട്ടതേ. അല്ലെങ്കിൽ നമ്മൾ ഹോളൊക്കെ അങ്ങോട്ട് ഉയർന്നും താഴ്ന്നൊക്കെ പോകുമ്പോൾ നമുക്കതൊരു ഭംഗിയായിട്ട് തോന്നില്ല. അതുകൊണ്ട് നമ്മളതൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ വരച്ചിട്ട് ദേ ഇത് ഒരു അല്പാകത്തൂടാണേ. ഇത് കണ്ട് ഈ വര ഇവിടം വരെ വരും. ദേ ഇങ്ങനെ വരച്ചിട്ട് നോക്കിയേ, ഈ ഹോൾ ഇവിടം വരെ വന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ദേ ഇതിൻ്റെ അടിയിൽ കൂടെ ഈ വര വരുന്നുണ്ട്. ദേ ഇങ്ങനെ വന്നിട്ട് ഇത് എവിടെ വരെ വരും, ഈ മൂക്കിൻ്റെ ഏകദേശം ഇത്രയും ഒരു വണ്ണം അല്ലേ ഈ ഭാഗത്തുണ്ടല്ലോ. ദേ നമുക്കിത് കാണാം, കണ്ട ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതെടുക്കുക. ഞാൻ നോക്കൂ, കൊച്ചു കുട്ടികൾക്ക് വരച്ച് കാണിക്കുന്ന പോലെയാണിത് ചെയ്യുന്നത്, വളരെ ചെറിയ കുട്ടികൾക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും പഠിക്കാം, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ പഠിക്കാൻ പാകത്തിനാണ് ഞാൻ സ്കെച്ച് ചെയ്തത്. കണ്ട, നമുക്കിതൊന്ന് ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് നോക്കാം. ഇവിടെയൊക്കെ നമ്മൾ അറിയേണ്ട ഒരു ഷെയ്ഡാണ്, കണ്ടോ, വരയല്ല. ഇവിടെയും കണ്ടോ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ഷെയ്ഡ് ഇത് ഇങ്ങനെ വരുന്നുണ്ടോ നോക്കിയേ, ഇങ്ങനെ ഷെയ്ഡ് വരുവാണ്. മൂക്ക് വന്നുണ്ടോ ആ ഷേപ്പിലൂടെ. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഇറേസ് ചെയ്ത് കാണിക്കാം. നോക്കൂ, നമ്മളിതേ ഈ മൂക്കിൻ്റെ ഇവിടെ വരെ വന്നിട്ട് ഇത് ശ്രദ്ധിക്കുക. ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ നേരെ വന്ന് കണ്ടോ. അതായിട്ട് നമ്മൾ നോക്കുക, ഇത് ഇവിടെ ഇങ്ങനെ വളഞ്ഞ് വരുന്നുണ്ട്, ഷെയ്ഡായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇത്ര സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്, ഒരു സംശയമില്ല നിങ്ങൾക്ക് എന്നെനിക്ക് ഞാൻ കരുതുന്നു. കാരണം ഞാൻ അത്രമേൽ വളരെ പതുക്കെ ഉണ്ടോ, ഒരു ആർട്ടിസ്റ്റിക് ലൈനൊന്നും അല്ല, കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ, അംഗൻവാടി ടീച്ചർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പോലെ അല്ലേ, അത്ര ലളിതമായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കും, ഞാനൊരു ചിത്രകല അല്ലെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ എന്നിലെ കുറച്ചൊക്കെ വരച്ച് തെളിഞ്ഞൊരു ചിത്രകാരനെയല്ല ഇവിടെ കാണിക്കേണ്ടത്, മറിച്ച് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകണം. അവരെത്രമാത്രം ടെൻഷനോടെ അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റുന്നില്ലെന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ അവർക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിൽ വേണം ഇത് ചെയ്യാനെന്നാണ് എൻ്റെ ഒരു ചിന്ത. ഞാൻ അങ്ങനെയാണ് വരയ്ക്കാനിരിക്കുന്നത്. ഒരു പരിധി വരെ ഇത് വിജയിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് വീണ്ടും ഞാനിവിടെ കർമ്മനിരതനാവുന്നത്, വീണ്ടും വരയ്ക്കാനായി വന്നിരിക്കുന്നത്. വര മാത്രമല്ല, ജീവിത പന്ഥാവുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന പല ദുരനുഭവങ്ങളും ദുഃഖകരമായ പല കാര്യങ്ങളും, ഇനി ജീവിക്കേണ്ട എന്ന് തോന്നുന്ന പോലെയുള്ള അത്രയും ഗഹനമെന്ന് നിങ്ങൾ കരുതുന്ന ആഴത്തിലുള്ള ചില നോവുകളും മുറിവുകൾ, ഇതൊക്കെ ആയിട്ട് തളരുമ്പോൾ നമ്മളൊരു വാക്കായി കൂടെ നിൽക്കാനോ എന്തെങ്കിലും ഒരു രീതിയിലൊന്ന് കേട്ടിരിക്കാനൊക്കെ ഞാനിപ്പോൾ എൻ്റെ സമയം ചിലവഴിക്കുന്നുണ്ട്. ധാരാളം സഹോദരിമാർ വിളിക്കുന്നുണ്ട്, മിത്രങ്ങൾ വിളിക്കുന്നുണ്ട്. എല്ലാവരെയും നമ്മൾ കേട്ടിരിക്കുന്നു, നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നു, അല്ലെ അവർക്ക് ഒപ്പം ഇരിക്കുന്നു, അവരെ ഒന്ന് കേൾക്കുന്നു. ഇതാണ് എൻ്റെ ഒരു കാര്യം. മിക്കവാറും രാത്രികളിൽ ഈ കേൾവി തന്നെയാണ്. പലതും നമ്മളോട് പങ്കുവെച്ച് ഒരു പെയ്തൊഴിഞ്ഞ മനസ്സോടെ അവർ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ടിരിക്കുമ്പോൾ അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഞാൻ കരുതുന്നു. ജീവിതം അങ്ങനെയാണ്. നമുക്ക് കേൾക്കാൻ ഇന്ന് ആരുമില്ലാരും അല്ലേ, വളരെ കുറവാണ്. പറയാൻ ഒരുപാടുണ്ട് താനും. പണ്ട് ഇപ്പോഴാണ് ഈ കൗൺസിലിങ്ങിൻ്റെയൊക്കെ സാധ്യതകൾ കൂടി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൗൺസിലിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സൈക്കോതെറാപ്പി ഒക്കെ പഠിക്കുന്നത്. കാരണം ഇത് വളരെ അനിവാര്യമാണ്. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിച്ച കുറേ ജീവിതാനുഭവങ്ങൾ. അപ്പോൾ തോന്നി ഇനി നമ്മൾ കുറേ പേരെ കേൾക്കണം, അവരുടെ ചിന്തകൾക്ക്, ദുഃഖത്തിന്, അവരുടെ വ്യഥകൾക്ക് നമ്മളൊരു കൂട്ടാവണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ കൂടെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഒരു സമാധാനമുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് കടന്നു പോകുന്നത്. ഞാൻ മറ്റൊരു ചാനൽ കൂടി ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുള്ള ജീവനകല എന്നാണ്. ഞാൻ എൻ്റെ ലിങ്ക് എടുത്ത് ഇതിലിടാം. അതിൽ എല്ലാമുണ്ട്. ഈശ്വരവിശ്വാസമുണ്ട്, നമ്മുടെ എല്ലാത്തരം വിശ്വാസങ്ങളുണ്ട്, ജീവിക്കാനുള്ള താല്പര്യങ്ങൾ, ജീവിതത്തിൽ നാം കണ്ടെത്തേണ്ട മാർഗങ്ങൾ, നമ്മൾ ഉപേക്ഷിക്കേണ്ടവ എന്തൊക്കെയാണ്, ഇതിനൊക്കെ പറയുന്ന
ഒരു ചാനൽ. ഇതിലൊന്നും ഞാൻ വലിയ ലാഭേച്ഛ നോക്കിയിട്ടൊന്നുമല്ല. എനിക്ക് ചിത്രകലയിൽ അത്യാവശ്യം സ്റ്റുഡൻസും ഒക്കെ ഉണ്ട്. ഒപ്പം നമുക്ക് ഈ സമൂഹത്തിൽ ഒരുപാട് മനസ്സുകൾക്കൊപ്പം ഒന്ന് നിൽക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് വരയ്ക്കൊപ്പം ഈ വാക്കും ചേർത്ത് വെച്ചിരിക്കുന്നത്. പതുക്കെ ഷെയ്ഡ് ചെയ്ത് നോക്കൂ, കാണാമല്ലോ വ്യക്തമായിട്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു ഷേപ്പ് കൂടെ വരയ്ക്കാം, ഒരു മൂക്കൂടെ വരയ്ക്കാം. അപ്പോൾ ഈ വരച്ച രീതിയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഒരെണ്ണം കൂടെ നമുക്ക് വരച്ചാലും ഇതേ ഈ മൂക്ക് പലതരത്തിൽ നമ്മൾ വരച്ചു. നമുക്ക് ഏറ്റവും ചെറിയ സമയം കൊണ്ട് ഇത് വരച്ചു തീർക്കാമെന്ന് കരുതുന്നെല്ലാം നോക്കൂ. ദേ ഇവിടെ എല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു. ഇത് കണ്ടതേ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങോട്ട് പോരട്ടെ, ഇത് ഇവിടെ ഇങ്ങനെ വരട്ടെ, കണ്ടോ? ഇങ്ങനെ വന്നിട്ട് നമുക്കത് ഈ ഭാഗത്ത് ഇവിടെയാണ് ഈ വലിപ്പം നിങ്ങൾ നോക്കുക. ഇവിടെയാണ് മൂക്കിൻ്റെ ആ ഒരു ഹോള് വരുന്നെങ്കിൽ ഇവിടെ കൂടെ നോക്കുക. അതെ കണ്ടോ? ഒപ്പം ഇപ്പം ഈ വലിപ്പത ഈ കണ്ടോ, ഇതൊക്കെ നമ്മൾ കാണണം. ഉണ്ടോ ഇവിടെ ഇങ്ങനെ ഇത്രയും മൂക്കിന് ഈ തടിപ്പുണ്ടുണ്ട്, ഈ ഇത്രയും പാതി ഇതൊക്കെ ഒന്ന് കാണുക. ഇങ്ങനെ വരയ്ക്കുന്നു നോക്കുക. അതിനുശേഷം നമ്മൾ ഈ വലിപ്പം നോക്കതേ ഇങ്ങോട്ട് വരണം. ഇതിങ്ങനെയാണ് നിൽക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിനെ ഒതുക്കിക്കൊണ്ട് ഈ എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു അളവിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവും. നമ്മൾ വിട്ട് കളഞ്ഞല്ല വരയ്ക്കേണ്ടത്. ഓരോ വരയിലും നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ചിത്രകല പഠിക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന മാറ്റം ഇതുപോലെയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. നമ്മൾ കുറേ കാലങ്ങളായിട്ട് ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ തന്നെയാണ്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നില്ല. കാരണം അതിൻ്റെ വഴികൾ പറയുന്നില്ല. ഇവിടെ നമ്മൾ നേരെ മറിച്ച് ഇത് വരയ്ക്കുമ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരയ്ക്കുന്നവർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. ഇന്നതുകൊണ്ടാണ് ഞാൻ മൂക്ക് മാത്രമാക്കിയത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ണുകൾ വരയ്ക്കാം. കേട്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്തു, ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഷെയ്ഡ് ചെയ്തുകൂടെ കാണിക്കാം. ലാസ്റ്റ് ചിത്രം ആയതുകൊണ്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ബ്ലാക്ക് ഇട്ടാൽ ഞാനിപ്പോൾ ചാർക്കോൾ പെൻസിലാണ് എടുത്തത്. നിങ്ങൾ ചാർക്കോൾ കൊണ്ട് വരച്ച് പഠിക്കരുത് കേട്ടോ. നിങ്ങൾ ഒരു 10B പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ 8B കൊണ്ട് ഷെയ്ഡ് ചെയ്യാം. ചാർക്കോൾ പെൻസിൽ എന്ന് വെച്ചാൽ നമുക്ക് തെറ്റിയാലൊന്നും ചെയ്യാം, ഇറേസ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ നിങ്ങളെ ലാസ്റ്റ് ചിത്രം ആയതുകൊണ്ട് ഒന്ന് ഷെയ്ഡിങ് കാണിക്കാനാണ് ചാർക്കോൾ പെൻസിൽ എടുത്തത്. പക്ഷേ നമ്മൾ കൈ വളരെ മൃദുവായിട്ടാണ് ചാർക്കോൾ പെൻസിൽ ഉപയോഗിക്കുന്നത്. നോക്കൂ, ഇതിൽ വളരെ ഡാർക്കാണ് വീഴുന്നത്. പിന്നെ ഇത് കണ്ടതേ വളരെ സോഫ്റ്റായിട്ട് നമുക്കിങ്ങനെ ചാർക്കോൾ പെൻസിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ വളരെ കറുപ്പ് വീഴും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൈയുടെ പ്രഷറാണ് നമ്മുടെ പ്രഷർ പോയിൻറ്റ്. വളരെ സോഫ്റ്റായിട്ട് പെൻസിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്ന വരെ നമ്മൾ ചാർക്കോൾ പെൻസിൽ ഉപയോഗിക്കേണ്ട. പകരം നിങ്ങൾ എന്തുപയോഗിക്കണം, 10B വരെയുള്ള പെൻസിൽ ഉപയോഗിക്കാം. അതിന് ആർട്ട് ലൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പെൻസിൽ നല്ലതാണ്. ആർട്ട് ലൈൻ മിക്കവാറും ഒത്തിരി ആർട്ടിസ്റ്റുമാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മേടിക്കുന്നതെങ്കിൽ സ്റ്റെറ്റ്ലറിൻ്റെ പെൻസിൽ മേടിക്കാം. പക്ഷേ അത് വളരെ കോസ്റ്റ്ലിയാണ്, പഠിക്കാനായിട്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഉള്ളത് ഫേബർ കാസിലാണ്. ആ പെൻസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ലാത്ത പെൻസിൽ, നല്ല വരയ്ക്കാൻ നല്ല പെൻസിലാണ്. ഷെയ്ഡിങ്ങിന് കുറച്ചുകൂടെ ബ്ലാക്ക് ഇട്ടാണ് നമ്മളെപ്പോൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ് ആർട്ട് ലൈൻ്റെ പെൻസിലാണ് കേട്ടോ. ഞാനിവിടെ ഒന്ന് ചെറുതായിട്ട് ഷെയ്ഡ് കാണിച്ചത് നിങ്ങളെ. ഇത് കുറച്ചുകൂടെ അമർത്തി കഴിഞ്ഞാൽ അങ്ങ് പോകും, നല്ല ഡാർക്കാവും. നോക്കി ഇവിടെ എങ്ങും വലിയ ലൈനൊന്നുമില്ല നമുക്കല്ലേ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചില നിഴലുകളാണ് ഇവിടെ പൂരിപ്പിക്കുന്നത്. നോക്കൂ. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മൂക്കോ കണ്ണോ മാത്രം വരച്ചുകൊണ്ട് ചിത്രത്തിന് വലിയ ഭംഗി തോന്നില്ല. കാരണം അത് പരസ്പര പൂരകങ്ങളാണല്ലേ. മൂക്കും ചുണ്ടും കണ്ണും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ചിത്രം പൂർണ്ണമാകുന്നത്. അല്ലാത്തപ്പോൾ ഒരു അപൂർണതയുണ്ടാവും. അപ്പോൾ നമുക്ക് പക്ഷേ
ഇവിടെ പഠിക്കാനായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചത്. ഇവിടെ ഒരു നിഴൽ ഉണ്ട്, മൂക്കിലുണ്ടോ, അത് ആ നിഴലാണ് ഇതിനെ ഒന്ന് ഉയർത്തിയെടുക്കുന്നത്. കണ്ടോ, ചെറിയൊരു ഷെയ്ഡ് ചെയ്യാം. നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇഷ്ടമായാൽ അറിയിക്കുക. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. നിങ്ങൾക്ക് ഇത് ഗുണകരമാകുമെങ്കിൽ മാത്രം. നിങ്ങൾക്ക് വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കാം. അതുകൂടാതെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിത്രകല പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്ത് നമ്മളെ വിളിക്കാം. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറിൽ ഉണ്ട്, അതിൽ വിളിച്ചാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും തരാം. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത ചിത്രം നമ്മൾ കൊണ്ടുവരാം അടുത്ത ദിവസം. ഇത്രയും ഷെയ്ഡ് ചെയ്തു. ബാക്കിയൊക്കെ നമുക്ക് ഇനി ഇവിടുന്നൊക്കെ ഷെയ്ഡ് ചെയ്ത് വരാം. കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണൊക്കെ വരച്ച് വരുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഇത്രയുമാണ് ഞാനിപ്പോൾ തൽക്കാലം വരയ്ക്കുന്നത്. അതിങ്ങനെ വരച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാവിധ നന്മകളും നേരുന്നു. നമ്മൾ 4 ചിത്രം വരച്ചു. ഇന്നത്തെ ഈ വര നിങ്ങൾ കുറച്ചുകൂടെ ഒരു മോഡൽ വെച്ച് വരച്ചതുകൊണ്ട് കുറച്ചുകൂടെ പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ചിത്രമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇതൊന്ന് വരച്ച് പഠിക്കുക. ഒരുപാട് ഇഷ്ടം.